വയലുകളോടും കൃഷിസ്ഥലങ്ങളോടും പാവപ്പെട്ട ചേരി നിവാസികളോടും കണ്ണിൽ ചോരയില്ലാതെ വികസന പരിപ്രേക്ഷ്യങ്ങൾ ചമച്ചപ്പോൾ തെങ്ങിൻ മണ്ടയിലൂടെ വികസനം വരില്ലെന്ന് ഉദ്ഘോഷിച്ചയാളാണ് സഖാവ് എളമരം കരീം. എളമരത്തിൻ്റെ സങ്കല്പം പ്രകൃതിയെയും സാധാരണക്കാരനെയും വഴിയാധാരമാക്കുന്ന വികസന സങ്കല്പമാണോ എന്ന് ചോദിച്ചവരെ വികസന വിരുദ്ധരാക്കി. എന്നാൽ ഇന്ന് എളമരത്തിൻ്റെ സങ്കല്പം കൂടുതൽ വ്യക്തമായിരിക്കുന്നു. ഭിന്നശേഷിയുള്ളവരുടെ ആകെ സൗജന്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക എന്നതാണ് ഏക പോംവഴിയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത്തരക്കാരെ പരിഹസിച്ചുകൊണ്ട് തെങ്ങിൻ മണ്ടയും സ്വന്തം മണ്ടയും തമ്മിലുള്ള വ്യത്യാസം എളമരം തെളിയിച്ചു. പാർട്ടി ഏറ്റെടുത്ത സാന്ത്വന ചികിത്സ KSRTCയോടുള്ള സ്നേഹപ്രകടനം എന്ന വ്യാജേന എളമരം അങ്ങ് പ്രഖ്യാപിച്ചു. പാർട്ടി ഏറ്റെടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ജീവകാരുണ്യ രംഗത്ത്, ആതുര സേവന രംഗത്ത് ഏറ്റെടുത്തിട്ടുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം, സ്വാന്തന ചികിത്സ. പല മന്ത്രിമാരും പല സന്ദർഭത്തിലായി പ്രഖ്യാപിച്ച സൗജന്യം മുഴുവൻ കിടക്കുക ഈ ബസിന്റെ മേലെ. ഓരോ മന്ത്രിക്കും ഓരോ സൗജന്യം പ്രഖ്യാപിക്കണം. ഒരുത്തൻ കണ്ണുപൊട്ടന്, അപ്പൊ മറ്റവൻ ചെവി കേൾക്കാത്തവൻ, അടുത്ത മന്ത്രി കാലും ഉണർന്നന്, മൂന്നാമത്തെ മന്ത്രി LKG വിദ്യാർത്ഥികൾക്ക്, നാലാമത്തെ മന്ത്രി UKG വിദ്യാർത്ഥികൾക്ക്. ഇങ്ങനെ പോയി തിരുവഞ്ചൂരിന് പ്രഖ്യാപിക്കാൻ ഒന്നും കണ്ടില്ല. അപ്പൊ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്ക് മൂപ്പരും പ്രഖ്യാപിച്ചു. നിങ്ങൾ മുഴുവൻ സൗജന്യം പ്രഖ്യാപിച്ചോ? കാശ് ഗവൺമെന്റ് കൊടുക്കണം. നാം ചെയ്യേണ്ടുന്ന സ്വാതന്ത്ര്യ ചികിത്സാ പരിപാടി അതല്ല. ഒരുത്തൻ കണ്ണുപൊട്ടന്, വീടുകളിൽ നിത്യരോഗികളായി കഴിയുന്ന, ആരും തിരിഞ്ഞു നോക്കാത്ത, പരസഹായം കൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നുള്ള ആളുകൾ, എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ മറ്റവൻ ചെവി കേൾക്കാത്തവൻ, അവരെ കണ്ടെത്തി അവരെ പരിചരിക്കണം. അടുത്ത മന്ത്രി കാലും ഉണർന്നന്. വീട്ടുകാർ പരിചരിക്കാതെ ആരും തിരിഞ്ഞു നോക്കാത്തവരായിരിക്കുന്ന ഇത്തരം ആളുകളെ കണ്ടെത്തി അവരെ പരിചരിക്കാനുള്ള വളണ്ടിയർമാരെ കണ്ടെത്തുകയാണ് നാം ചെയ്യേണ്ടത്. സൗജന്യം പ്രഖ്യാപിച്ചാൽ ആ യാത്ര ചെയ്യുന്ന ഒരു സീറ്റിൽ കിട്ടേണ്ട ചാർജിന്റെ ബാക്കി തുക ഗവൺമെന്റ് കൊടുക്കണം. കൊടുക്കുന്നുണ്ടോ? സൗജന്യം പ്രഖ്യാപിച്ച ഇനത്തിന് എത്ര കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് അറിയോ? ഇത്തരത്തിൽ ഓരോ ജില്ലകളിലും 100ഉം 200ഉം 300ഉം 1000ഉം രോഗികളെ വീടുകളിൽ പോയി പരിചരിക്കുന്ന വളണ്ടിയർമാരെ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ കണ്ണുപൊട്ടന്, അപ്പൊ മറ്റവൻ ചെവി കേൾക്കാത്തവൻ, അടുത്ത മന്ത്രി കാലും ഉണർന്നന്, മൂന്നാമത്തെ മന്ത്രി. നിങ്ങൾ മുഴുവൻ സൗജന്യം പ്രഖ്യാപിച്ചോ? കാശ് ഗവൺമെന്റ് കൊടുക്കണം. ഇതുതന്നെയല്ലേ നരേന്ദ്രമോദിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മൻമോഹൻ സിംഗ് ഏറെക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അഗതികൾക്കും അനാഥർക്കും ഭിന്നശേഷിയുള്ളവർക്കും ഒരുവിധ ആനുകൂല്യങ്ങളും കൊടുക്കരുത് എന്ന് എളമരം പറയുന്നു. കോർപ്പറേറ്റ് ഏജന്റായ മോദിയുടെ മുഖം എവിടെയോ മറഞ്ഞിരിപ്പുണ്ട്. ഈ സർക്കാർ എന്ത് കണ്ടിട്ട് സൗജന്യം പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ചോദിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് തെറ്റാന്ന് അയാളുടെ സഹപ്രവർത്തകന് ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറയാനായിട്ട് തോന്നിയില്ല. അയാൾക്ക് പറ്റില്ലല്ലോ. എന്നോട് പറഞ്ഞു, ഇനി മേലിൽ ഇങ്ങനെ പ്രഖ്യാപിക്കരുത് സൗജന്യം. അവിടെ വെച്ച് തീരുമാനം എഴുതി. കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയതിന്റെ ആവേശമാണ്. ചരിത്രത്തെ നിഷേധിക്കാനും എളമരം ഒരുക്കമാണ്. സമരം ചെയ്യുമ്പോൾ ബസിന് കല്ലെറിഞ്ഞവരോടുള്ള കാരുണ്യമില്ലാത്ത നിലപാടും എളമരം പ്രഖ്യാപിക്കുന്നു. സമരം വന്നാൽ അറസ്റ്റ് ചെയ്യാൻ, ജനങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പിടിച്ചുകൊണ്ടോ KSRTC ബസ്? പൈസ കൊടുത്തോ ഗവൺമെന്റ്? ആരെങ്കിലും എവിടെയെങ്കിലും പ്രക്ഷോഭം വന്ന് വല്ല കുഴപ്പമുണ്ടായാൽ ആദ്യം കല്ലെറിയുന്ന KSRTC ബസ്സിന് ആരാ നഷ്ടപരിഹാരം കൊടുക്കുന്നത്? സർക്കാരിന്റെ ഒരു പ്രതീകമാണ് ബസ് എന്നതുകൊണ്ട് വലിച്ചു നീട്ടി ഒറ്റ KSRTCന്റെ ക്ലാസ്സിൽ നഷ്ടം സംഭവിച്ചാൽ ഈ കോർപ്പറേഷനാണ്. ആരും നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. തൽക്കാലം ക്ഷമ പറഞ്ഞ് കൈകഴുകാനാണ് എളമരത്തിന്റെ നീക്കം. എന്തായാലും എളമരം പാർട്ടിയെ കോർപ്പറേറ്റ് കാഴ്ചപ്പാടിലൂടെ വളർത്താൻ ശ്രമിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മഴക്കുഴികൾ ഉണ്ടാക്കി ജനത്തെ സ്നേഹിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ജൈവ പച്ചക്കറി ചന്തകൾ നടത്തുന്നതിന് പിന്നാലെയാണ് മഴക്കുഴികളുമായി രംഗത്തെത്തിയത്. ഒരു തൊഴിലാളി ദിനസുറ്റും ഉലകും തൊഴിലാളി, സൂര്യനോ ഒരു തൊഴിലാളി ദിനസുറ്റും ഉലകും തൊഴിലാളി, സൂര്യനോ ഒരു തൊഴിലാളി. ഇത് രാഷ്ട്രീയ മത ജാതി പരിഗണനകൾ ഇല്ലാതെയാണ് ഈ ഉത്തരവാദിത്വം വളണ്ടിയർമാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2500-ൽ പരം മഴക്കുഴികൾ ഉണ്ടാക്കി ജല സംഭരണികൾ സൃഷ്ടിക്കുന്ന ഈ പ്രവർത്തനം മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. തൊഴിലാളി സൂര്യനോ ഒരു തൊഴിലാളി ദിനം ചുറ്റും ഉലകും തൊഴിലാളി, സൂര്യനോ ഒരു തൊഴിലാളി.
കോടിയേരിയെ പോലെയല്ല MA ബേബി. ആള് കുറച്ച് താത്വികനാണ്. പല്ല് തേക്കുമ്പോൾ വെള്ളത്തോട് കാണിക്കേണ്ട വിവേചനത്തെക്കുറിച്ചാണ് ബേബിക്ക് പറയാനുള്ളത്. ജലത്തിന്റെ ഉപയോഗത്തിൽ നമ്മൾ കുറച്ച് വിവേചനം കാണിക്കണം. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആ വിവേചനം കാണിക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയട്ടോ. ടാപ്പ് വെള്ളമുള്ള വീടുകളിൽ രാവിലെ പല്ല് തേക്കുമ്പോൾ പല്ല് തേച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ടാപ്പ് തുറന്നു പിടിക്കും. അത് അടക്കില്ല, വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ബ്രഷ് കാണിക്കും, ഇടയ്ക്ക് വെള്ളം എടുത്ത് കൊപ്പിളിക്കും. പക്ഷെ ഇതെല്ലാം കഴിയുന്നതിനിടയ്ക്ക് യഥാർത്ഥത്തിൽ ഓരോ സമയത്തും ആവശ്യമുള്ളപ്പോൾ മാത്രം ടാപ്പ് തുറന്ന് വെള്ളം ഉപയോഗിക്കുകയും ആവശ്യം കഴിയുമ്പോൾ ടാപ്പ് അടയ്ക്കുകയും ചെയ്താൽ പല്ല് തേക്കുമ്പോൾ നമ്മൾ ദുരുപയോഗപ്പെടുത്തുന്ന വെള്ളത്തിന്റെ ഒരു വലിയ ഭാഗം നമുക്ക് ലാഭിക്കാൻ കഴിയും. പാർട്ടി ഇമാതിരി പരിപാടികളുമായി മുന്നേറുമ്പോൾ എളമരം കരീമുമാർ അരങ്ങ് തകർക്കുന്നു. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് യേശുദാസിന്റെ മുടി. വെയിലത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദാസേട്ടൻ പണ്ട് പാടുന്ന പോലെ ഇല്ല എന്ന് പറഞ്ഞു കളയും. അതുകൊണ്ട് ഞാൻ അല്പം സൂക്ഷിക്കാറുണ്ട്. മഴയും വെയിലും ഞാൻ കഴിക്കുന്ന ഭക്ഷണവും